നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് പതിവുപോലെ മറുപടി നൽകുന്നു. ഹെഡ്ജിക്കരീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ ഇത്തവണയും മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം ഈ വാരവും വിപണിയിൽ ഉണ്ടായിരിക്കുന്നു. 5200 മുകളിലേക്ക് നിഫ്റ്റി എത്തുന്നതാണ് നമ്മൾ ഈ വാരത്തിൽ കണ്ടത്. വലിയ തോതിലുള്ള നേട്ടം നിരവധി സെക്ടറുകളിലുണ്ടായി. സ്വാഭാവികമായിട്ടും നിക്ഷേപകർക്കും ഈ റാലിയുടെ ഗുണം ലഭിച്ചിട്ടുണ്ടാകും എന്ന് വേണം കരുതുവാൻ. അതിന് അനുസരിച്ചുള്ള കത്തുകളും ഇലക്കം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച റാലി തന്നെ ഉണ്ടായി. ഒട്ടുമിക്ക എല്ലാ സെക്ടറുകളിലും ശ്രദ്ധേയമായ കുതിപ്പ്, പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിലെല്ലാം വലിയ തോതിലുള്ള റിട്ടേൺ നിക്ഷേപകർക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചയും ഈ വാരം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റാലി എങ്ങോട്ടാണ്, ഇതൊരു സസ്റ്റെയിൻ ചെയ്യുന്ന റാലിയായിരിക്കുമോ? അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും പല വിപണി വിദഗ്ധരും പല പ്രവചനങ്ങളും നടത്തിക്കഴിഞ്ഞു. 20,000-ലേക്ക് ഉടൻ എത്തും, ഈ വർഷം എത്തും എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം വിലയിരുത്തലുകൾ എത്രത്തോളം വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്? വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പതിവുപോലെ വിപണിയിൽ സജീവമാണ്. വലിയ തോതിലുള്ള ബൈയിങ്ങാണ് FI നടത്തുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഈ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതാണ്. FIയുടെ ഒരു ആക്ഷൻ വരും നാളുകളിൽ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അതിനുശേഷം നമുക്ക് കത്തുകളിലേക്ക് കടക്കാം. ഭുവനേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റാലി ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഒപ്പം തന്നെ വലിയ മുന്നേറ്റം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? എല്ലാവരുടെയും പ്രതീക്ഷകൾ മറികടന്ന് മാർക്കറ്റ് അതിൻ്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന റീസൺ എക്കണോമിക് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന മാറ്റം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വാല്യൂ ബൈയിങ് ഏരിയയായി FIs കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്യുവർലി FI ഡ്രിവൺ ഒരു മാർക്കറ്റ് തന്നെയാണിത്. FIസിൻ്റെ കണ്ടിന്യൂസ് ബൈയിങ് ആണ് മാർക്കറ്റിനെ ഈ ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രം FIs 4,040 crore ബൈയിങ് സൈഡാണ്. ഒരു റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന വളരെ നല്ല ഫിഗർ തന്നെയാണ്. അതിൽ മൺഡേ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടായി. ആ ഒരു ദിവസം മാത്രമേ FIs ചെറിയ ഒരു 200 crore സെല്ലിംഗ് സൈഡിൽ വന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും കഴിഞ്ഞ 3 ദിവസങ്ങളും ഫ്രൈഡേ ഫിഗർ വന്നിട്ടില്ല. കഴിഞ്ഞ 4 ദിവസത്തെ ഫിഗർ വളരെ പോസിറ്റീവാണ്. 4,040 crore എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫിഗർ തന്നെയാണ്. അപ്പോൾ FIs കണ്ടിന്യൂസ് ബൈയിങ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഒരു അപ്പ് സൈഡിലേക്ക് പോകാം. FIസിൻ്റെ ബൈയിങ് നിൽക്കുന്ന ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്യുവർലി ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 1,400 crore സെല്ലിംഗ് സൈഡിലാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ FIs വീണ്ടും ബൈയിങ് സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് എക്കണോമിക് സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു, IIP ഡാറ്റ ബെറ്ററാണ്, റുപ്പി 49 ലെവലിലേക്ക് സ്ട്രെങ്തൻ ചെയ്തു വന്നു. അങ്ങനെ ഓവറോൾ എക്കണോമിക് സിറ്റുവേഷനിലെല്ലാം വളരെ പോസിറ്റീവായി. എല്ലാ ന്യൂസുകളും വളരെ പോസിറ്റീവാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ അനലിസ്റ്റുകളെല്ലാം 20,000 ലെവലിലേക്ക് സെൻസെക്സ് പോകുമെന്നുള്ള ന്യൂസുകൾ. അപ്പോൾ എല്ലാ രീതിയിലും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കുന്നു. ഈ സമയത്താണ് പലപ്പോഴും റീറ്റെയിൽ നിക്ഷേപകർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബൈയിങ്ങിന് വരിക. എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത്, ഇത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. ഇനിയും FIs ബൈയിങ് നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 100 പോയിൻറ്റ്സിനടുത്ത് ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകാം. അതിനുശേഷം തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കണം. ഇപ്പോഴത്തെ എല്ലാ ന്യൂസുകളും പോസിറ്റീവ് ന്യൂസുകളും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. US നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് വരുന്നത്. കാരണം US എക്കോണമി തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതുപോലെ യൂറോപ്പിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നു. ആ ഒരു ന്യൂസ് തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് FIs ഇന്ത്യൻ മാർക്കറ്റ് ഒരു ബൈയിങ് സൈഡിലേക്ക് വന്നത്. അപ്പോൾ റീറ്റെയിൽ നിക്ഷേപകർ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 4,800 ബിലോ ഒരു വാല്യൂ ബൈയിങ് ഏരിയയാണ് എന്നുള്ള അഡ്വൈസ് കൊടുത്തിരുന്നു. ഈ ഒരു സമയത്ത് മാർക്കറ്റ് കുറച്ച് എക്സ്പെൻസീവാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ട് റീറ്റെയിൽ നിക്ഷേപകർ കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിൽ ബാങ്ക് റേറ്റ് വളരെ കൂടുതലാണ്. വളരെ നല്ല ഇൻട്രസ്റ്റ് ബാങ്കിൽ കിട്ടും. അതുകൊണ്ട് ആ ഡെപ്പോസിറ്റ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. വീണ്ടും നമ്മളുടെ മുന്നിലേക്ക് ഒരു അവസരം വരാം. ആ ഒരു അവസരം വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് 5,300 ലെവലിനടുത്തേക്ക് വന്ന സാഹചര്യത്തിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, 4,800, 850 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണാണ്.
ഇപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ ഒരു അപ്സൈഡിലേക്ക് വന്നതുകൊണ്ട് ഒരു 5300-400 ലെവൽ വരെ ഈ ഒരു FISൻ്റെ ഫണ്ട് ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 4950 to 5000, 4950 to 5050 എന്ന് പറയുന്ന ഒരു ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ റീറ്റെയിൽ നിക്ഷേപകർ ഈ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരുന്നത് വരെ ഒരു പേഷ്യൻസ് കാണിക്കുക. കാരണം ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുന്നു, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ബഡ്ജറ്റ്, ഈ രണ്ട് കാര്യങ്ങളും ഘടകങ്ങളും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ച് മാർക്കറ്റിൽ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഈ വാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു 2G സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധി. ലൈസൻസുകൾ 122ഓളം ലൈസൻസുകൾ സുപ്രീം കോടതി റദ്ദാക്കി. ടെലികോം സെക്ടറിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകും, ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ടെലികോം സെക്ടറിനെ കഴിഞ്ഞ കുറേ നാളായി ചൂഴ്ന്നു നിന്നിരുന്ന ഈ വിവാദത്തിന് കൂടുതൽ ക്ലാരിറ്റി വരുന്നു, പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതകൾ ആയി എന്നൊരു സൂചനയാണ് വിധി നൽകിയത്. അതുതന്നെ സ്വാഭാവികമായിട്ടും ആ സെക്ടറിൽ പിന്നീട് ഏതൊക്കെ കമ്പനികൾക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്, എത്രത്തോളം മുന്നോട്ട് പോകാൻ ഓരോ കമ്പനികൾക്കും കഴിയും എന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ടെലികോം സെക്ടറിൽ ഒരു തിരിച്ചുവരവ് ചെറിയ തോതിലെങ്കിലും ക്ലോസിംഗ് വേളയിൽ നമ്മൾ കാണുകയും ചെയ്തു. ടെലികോം സെക്ടറിനെ എങ്ങനെ താങ്കൾ കാണുന്നു? ആ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഇപ്പോൾ അഡ്വൈസബിളാണ്? ഇവിടെ 2G സ്പെക്ട്രം അഴിമതി തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇത്രത്തോളം ഒരു പതറ്റിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും അതിനൊരു അവസാനം എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ആ ഒരു ഡിസിഷൻ വന്നു. പക്ഷേ ഇത് ഒരു പരിധി വരെ സ്റ്റോക്ക് മാർക്കറ്റിന് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ FISനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റ് ഇതിനെ കാണുന്നത്, വേൾഡ് എക്കോണമി ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ കറപ്ഷൻ തന്നെയാണ്. ഈ ഒരു കറപ്ഷൻ വന്നു, എന്ത് ലൈസൻസ് നമ്മൾ നേടിയാലും വീണ്ടും ഈ രീതിയിലുള്ളൊരു ഡിസിഷൻ വരികയാണെങ്കിൽ അത് ഇന്ത്യൻ കമ്പനികളെ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 4 മാസം ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ ഡിസിഷൻസ് എടുക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ ഇതൊരു മോശം ന്യൂസ് തന്നെയാണ്. 2G സ്പെക്ട്രം തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഇത്രത്തോളം മോശം ഷേപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാന റീസൺ ആയത്. അപ്പോൾ അതിനൊരു പരിഹാരമായി എന്ന് നമ്മൾക്ക് പരിഗണിക്കാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ലൈസൻസ് റദ്ദാക്കിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ ഈ കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എത്രത്തോളം അടുത്ത ലൈസൻസ് ഫീ എത്രത്തോളം കൂടാനുള്ള സാധ്യതയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഏത് രീതിയിലുള്ള ഡിസിഷൻസാണ് എടുക്കുന്നത്, ഈ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ ഈ കമ്പനികളുടെ ഫ്യൂച്ചർ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെയധികം ലോവർ വാല്യൂവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷനോട് കൂടി ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിളാണ്. അടുത്ത ഒരു പോസിറ്റീവ് സെക്ടർ തന്നെയാണ് ടെലികോം സെക്ടർ. അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികൾ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഭാരതി അതുപോലെ തന്നെ ഐഡിയ പോലെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിലേക്ക് അത് ഒരു ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ റീറ്റെയിൽ നിക്ഷേപകരുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രത്യേകിച്ചും ഈ റാലി റീറ്റെയിൽ നിക്ഷേപകർക്ക് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കുവാൻ. അത്തരത്തിൽ നിരവധി അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്, ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിപണിയിൽ ഇത്രയും മുന്നേറ്റം ഉണ്ടായിട്ടും നഷ്ടത്തിൻ്റെ കണക്ക് പറയുന്നവരുമുണ്ട്. ഈ റാലി അതിൻ്റെ ഒരു പ്രയോജനം കൃത്യമായി ലഭിക്കാതെ പോയവരുണ്ട്. അത്തരം സാഹചര്യം എങ്ങനെ ഉണ്ടായി ഭുവനേന്ദ്രൻ? പ്രത്യേകിച്ചും പല സെക്ടർ വൈസുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ ശുപാർശ ചെയ്തത്. അത്തരത്തിൽ നിരവധി പേർക്ക് നേട്ടം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ചില സെക്ടറുകളിൽ, ചില ഓഹരികളിൽ മാത്രം വലിയ കുതിപ്പ് അനുഭവപ്പെട്ടു എന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ റാലി വലിയ നേട്ടമോ വലിയ ലാഭമോ നൽകാതെ പോയവരോട് എന്ത് പറയാനുണ്ട്? ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മാർക്കറ്റിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായി വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പ്രിൻറ്റ് മീഡിയ, വിഷ്വൽ മീഡിയ എല്ലാം തന്നെ വളരെയധികം ഹൈലൈറ്റ് സ്റ്റോക്ക് മാർക്കറ്റിന് കൊടുക്കുമ്പോഴാണ് റീറ്റെയിൽ നിക്ഷേപകർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്നവർ, ഇതിനു മുമ്പ് ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ്, എന്നാൽ പുതുതായിട്ടുള്ള വ്യൂവേഴ്സിന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ച് ആദ്യം ഗ്രീഡ് ഓറിയൻറ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് കൂടുതൽ ലിവറേജ് എടുക്കുക, കൂടുതൽ പൈസ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഗെയിൻ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യം വരുന്നവർ കാണുന്നു. അപ്പോൾ ഇതിൻ്റെ റിസ്കിനെ കുറിച്ചൊന്നും അവർ അവെയർ അല്ല. കൂടുതൽ ഇപ്പോൾ നമ്മൾക്കറിയാം ലിവറേജ് എടുക്കാം. 1 ലക്ഷം രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് 10 ലക്ഷം രൂപ വരെ ലിവറേജ് എടുക്കാം.
ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ റിസ്കിനെ കുറിച്ച് ഇവർ അവെയർ അല്ല, ഗ്രീഡ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന റാലി എടുക്കുക, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ ആക്സിസ് ബാങ്കിലോ വന്നിരിക്കുന്ന ഒരു പുൾ ബാക്ക്, അപ്പോൾ അവർ ആ സ്റ്റോക്ക് വാച്ച് ചെയ്യാണ്. 800 ലെവലിൽ നിന്നും 1100 ലെവലിലേക്ക് വരുന്നു, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1520 ലെവലിൽ നിന്നും 2100 ലെവലിലേക്ക് വരുമ്പോൾ ഇവരിത് കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ പേഷ്യൻസ് ഇല്ല നമ്മൾക്ക്. അപ്പോൾ 2050 ലെവൽ വരുമ്പോഴാണ് എല്ലാം പോസിറ്റീവായി എന്ന് വിചാരിച്ച് നമ്മൾ ലിവറേജ് എടുക്കുന്നത്. ഇവിടെ എന്താണ്? എല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലിവറേജ് എടുക്കുകയാണ്, നമ്മൾ ഗ്രീഡാണ്. ഇനിയും വീണ്ടും ഒരു 200 to 300 പോയിൻറ്റ്സിലേക്ക് മാർക്കറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവ് ചെയ്യുകയാണെങ്കിൽ വലിയ ഗെയിൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഒരാൾ 5 lakhsോ അല്ലെങ്കിൽ 10 lakhsൻ്റെ ലിവറേജ് എടുക്കുന്നു. ഈ ഒരു സമയത്തായിരിക്കാം സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. നമ്മൾക്കറിയാം ലാസ്റ്റ് മൺഡേ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളും 3 to 4% കറക്ഷൻ നേരിട്ടു. അതുപോലെ എല്ലാ സെക്ടറും 3 to 4% കറക്ഷൻ നേരിട്ടു. ഇങ്ങനെ ലിവറേജ് എടുക്കുന്ന സമയത്ത് 10 lakhsൻ്റെ എക്സ്പോഷർ എടുക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരെ ഗ്രീഡാണ് ഇവരെ ലീഡ് ചെയ്തുകൊണ്ട്. ദെൻ ഫിയർ ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് ഫിയർ ആണ്. ഈ ഫിയർ ഓറിയൻറ്റഡ് ആകുമ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കാനോ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാനോ അതല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് നടത്താനോ എല്ലാം നമുക്ക് പേടിയാവും. ഇവിടെയും നമ്മൾക്ക് തിരിച്ചടി നേരിട്ട് നമ്മൾ തിരിച്ചു പോകും. ഈ തേർഡ് സ്റ്റേജിലേക്കാണ് എല്ലാവരും വരേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, റിസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിഷനാണ് നമുക്കുണ്ടാകണം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക്? ഈ സ്റ്റോക്ക് ഏത് ലെവലിൽ നിന്നാണ് മൂവ് ചെയ്ത് വരുന്നത്? ഇപ്പോൾ ഓരോ സ്റ്റോക്കും L&T ബിലോ 1000 പോയപ്പോൾ ഒരു വാല്യൂ ബൈയിങ് ഏരിയ ആണെന്ന് പലപ്പോഴും മാർക്കറ്റ് വെച്ച് പറയുമ്പോൾ 1400 ലെവലിൽ വരുമ്പോഴാണ് എല്ലാം പോസിറ്റീവായി ഇനി L&Tയിൽ ബൈയിങ് നടത്താമെന്ന് നിക്ഷേപകർ വിചാരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് L&Tയുടെ റിസ്ക്, ഇത് ഏത് ലെവൽ വരെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻഡിവിജ്വലായിട്ടുള്ള കമ്പനികളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ഈ പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തതും പ്രോപ്പർ നോളജ് ഇല്ലാത്തതും പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി നടത്താത്തത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾക്ക് തിരിച്ചടി നേരിടുന്നത്. 3 തരംതിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ. 1 നമ്മൾ ഡേ ട്രേഡേഴ്സ്, 2 ഇൻവെസ്റ്റ്മെൻറ്റ്, 3 ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾക്കറിയാം നവംബറിലാണ് മാർക്കറ്റ് വാച്ച് SIP പ്രൊമോട്ട് ചെയ്തത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. നല്ല കമ്പനികൾ, അതിനുള്ള കമ്പനികളുടെ ഗൈഡൻസ് കൊടുത്തിരുന്നു. ആ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ച് ഇന്ന് 23% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം വരുന്നവരെ സംബന്ധിച്ച് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാൽ SIP എന്ന് പറയും. മന്ത്ലി ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത വളരെ നല്ല കമ്പനികളിൽ നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ആ കമ്പനികൾ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതൊരിക്കലും അതിൻ്റെ ഹയർ ലെവലോ ലോവർ ലെവലോ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട, ആ കമ്പനിയുടെ പാർട്ടായി മാറുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ നിക്ഷേപകരും എല്ലാ ഇൻഡിവിജ്വലും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുക. രണ്ടാമതായിട്ട് വരുന്നതാണ് 3 സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ അറിയാം മാർക്കറ്റ് വാച്ച് തന്നെ പലപ്പോഴും ഒരു കമ്പനിയിൽ തന്നെ ഏതാണ് ഏറ്റവും ബോട്ടം ലെവൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ 2 or 3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുക, 2000 ലെവൽ പറഞ്ഞു, 1700 പറഞ്ഞു, 1570 പറഞ്ഞു. അപ്പോൾ 3 സ്റ്റേജ് ബൈയിങ് നടത്തുമ്പോൾ 2 സ്റ്റേജിൽ നിന്ന് തന്നെ പലപ്പോഴും വളരെ ഷാർപ്പായുള്ള റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ തന്നെ സെല്ലിംഗ് പോയിൻ്റ് സെയിം തിങ്. ഇപ്പോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ഒരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്സൈഡ് കിട്ടാം. അവിടെ സെല്ലിംഗ് സൈഡും അതുപോലെ തന്നെയാണ്. 2 or 3 സ്റ്റേജ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ്, ദെൻ പേഷ്യൻസ് കാണിക്കുക, നമ്മുടെ മുന്നിലേക്ക് മാർക്കറ്റ് വരാം. അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 1 സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, 2 3 സ്റ്റേജ് ആയിട്ടുള്ള ബൈയിങ്, 3 സ്റ്റേജ് ആയിട്ടുള്ള സെല്ലിംഗ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡേ ട്രേഡിംഗ്. എല്ലാവർക്കും വളരെ താല്പര്യമുള്ളതും കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് ചെയ്യുന്നവർ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യണം. അതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോടുകൂടി ട്രേഡ് ചെയ്യുക. അവിടെയാണ് സപ്പോർട്ട് ലെവലും 50 days മൂവിങ് ആവറേജ്, 20 days മൂവിങ് ആവറേജ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിന് കുറച്ച് നോളജ് ആവശ്യമാണ്. ചാർട്ട് റീഡ് ചെയ്യാനൊക്കെ നമ്മൾക്ക് പറ്റണം. പലപ്പോഴും ഈ ഇതാണ് ഗ്രീഡ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ആളുകൾ വരുന്നത് ഡേ ട്രേഡിങ്ങിലേക്ക് അട്രാക്ട് ചെയ്യണം, പെട്ടെന്ന് ഗെയിൻ കിട്ടണമെന്നാണ് അവർ വിചാരിക്കുന്നത്. മാർക്കറ്റിൻ്റെ റിസ്കിനെ കുറിച്ച് അവർ അവെയർ അല്ല. അപ്പോൾ ഈ ഡേ ട്രേഡേഴ്സ് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ കാണണം, ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ സാധിക്കണം. അതാണ് അവരുടെ സക്സസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് ബൈ ട്രിഗർ ചെയ്ത്, അപ്പോൾ ഫോർ എക്സാമ്പിൾ 1950 എന്ന് പറയുന്ന ലെവൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൈയിങ് നടത്തിയാൽ അതിൻ്റെ അപ് ട്രെൻഡ് ആണെങ്കിൽ അതിന് സ്റ്റോപ്പ് ലോസ് നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ നമ്മൾക്കുണ്ടാകണം. എത്ര പൈസ ഈ സ്റ്റോക്കിൽ ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം.
ഫോർ എക്സാമ്പിൾ ഒരു 15 റുപ്പീസ് അല്ലെങ്കിൽ 10 റുപ്പീസിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് മാറണം. അപ്പോൾ ലോസ് ബുക്ക് ചെയ്യാനുള്ള കറേജ് കാണിക്കണം. പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമ്മൾ പേഷ്യൻസ് കാണിക്കുക. 1950 1950 ലെവലിൽ 1980 അല്ലെങ്കിൽ 2050 ലെവലിലേക്ക് പോകുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാനുള്ള പേഷ്യൻസ് നമ്മൾ കാണിക്കുക. ഡേ ട്രേഡിംഗ് ചെയ്യുന്ന വ്യക്തികൾ ഒരു കാരണവശാലും ലോസ് പൊസിഷൻ ഓവർനൈറ്റ് കൊണ്ടുപോകാൻ പാടില്ല. പ്രോഫിറ്റുള്ള പൊസിഷൻ നമുക്ക് ഓവർനൈറ്റ് കൊണ്ടുപോകാം. നമുക്കറിയാം ഈ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന റാലി എല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റാലിയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന വളരെ ഷാർപ്പായിട്ടുള്ള റാലിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡേ ട്രേഡിംഗ് നടത്തുന്നവർ ഓവർനൈറ്റ് പൊസിഷൻ കൊണ്ടുപോകാം, പ്രോഫിറ്റിലുള്ള പൊസിഷൻ നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ലോസ് വരുമ്പോൾ നമ്മൾക്കറിയാം മൺഡേ 125 പോയിൻറ്റ്സിനടുത്താണ് സിംഗിൾ ഡേ കറക്റ്റ് ചെയ്ത്. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസോടുകൂടി ട്രേഡ് ചെയ്തില്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് ലോസ് നമ്മൾക്ക് വരും. അപ്പോൾ ഡേ ട്രേഡിംഗ് നടത്തുന്നവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോടുകൂടി ഡിസിപ്ലിനോടുകൂടി മാത്രം ട്രേഡിംഗ് നടത്തുക. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടാനുള്ള വലിയൊരു സാഹചര്യം ഉണ്ടാകും. കാരണം അവിടെ ലിവറേജ് എടുത്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ 3 കാറ്റഗറി ആളുകളാണ്. ഒന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, 3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, 3 എന്ന് പറയുന്നതാണ് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിങ്ങിന് വളരെയധികം ഡിസിപ്ലിൻ ആവശ്യമാണ്. ഈ ഡേ ട്രേഡിങ്ങിൽ വന്നിട്ടാണ് ആളുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത വളരെ നല്ല കമ്പനികൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ ഉപയോഗിക്കുക. വളരെ നല്ല സ്റ്റോക്കുകൾ ഈ കമ്പനികളിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഇക്കണോമിക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കും. അങ്ങനെ വളരെ നല്ല കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായി സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും വളരെ നല്ല റിട്ടേൺ തരും. അപ്പോൾ ആളുകളുടെ സമീപനം സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ളത് മാറണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾക്ക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിനെ കത്തുകളിലേക്ക് കടക്കുകയാണ്. ശ്രീ പ്രജീഷിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. HDIയിൽ യൂണിടെക്, സത്യം കമ്പ്യൂട്ടേഴ്സ്, സുസ്ലോൺ, HPCL എന്നീ സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ആദ്യമായിട്ട് HDIയിലാണ്. HDIയിൽ 72 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 68. ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾക്കറിയാം ആക്സിസ് ബാങ്ക്, LND, അതുപോലെ പല സ്റ്റോക്കുകളും വളരെയധികം ICICI ബാങ്ക്, അതുപോലെ JP അസോസിയേറ്റ്സ്, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ മൺഡേ തന്നെ ഫസ്റ്റ് സപ്പോർട്ട് സോണിലേക്ക് വന്നിരുന്നു. ആ ഒരു ലെവലിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഉണ്ടായി. ഒരു ലാസ്റ്റ് വീക്ക് മാത്രം ഒരു 5 to 6% റിട്ടേൺ നിക്ഷേപകരെ സംബന്ധിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് പോലും നെക്സ്റ്റ് വീക്കിൽ ഒരു മാർക്കറ്റ് ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വരാവുന്ന ഒരു ലെവലാണ്. ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലല്ല ഒരിക്കലും ഇത് പ്യൂർലി ടെക്നിക്കൽ ഒരു മൂവ്മെൻ്റ് ആണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ ബൈങ് നടത്തുക. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്ന ട്രെൻഡ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറണം ഡേ ട്രേഡേഴ്സ്. അപ്പോൾ 72 and 68 2 സപ്പോർട്ട് ലെവൽ. 90 ആണ് സ്റ്റോക്കിൽ നെക്സ്റ്റ് വീക്ക് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് വരികയാണെങ്കിൽ HDIയിൽ ഒരു 90 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ദെൻ യൂണിടെക് ആണ്. യൂണിടെക്കിനെ സംബന്ധിച്ച് കുറേയധികം നെഗറ്റീവ് ന്യൂസുകൾ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന സുപ്രീം കോടതി വെർഡിക്റ്റ് പോലും യൂണിടെക്കിന് അഗൻസ്റ്റ് ആണ്. 22 and 20 2 സപ്പോർട്ട് ലെവലാണ്. 29 ഈ സ്റ്റോക്കിൽ ഒരു എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ സത്യം കമ്പ്യൂട്ടറാണ്. 65 and 60 2 സപ്പോർട്ട് ലെവലാണ്. 82 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സുസ്ലോൺ ആണ്. സുസ്ലോണിന് കുറച്ച് ഓർഡേഴ്സൊക്കെ വരുന്നത് കൊണ്ട് ചെറിയൊരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 26 and 22 2 സപ്പോർട്ട് ലെവലാണ്. 34 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. 34 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ HPCL ആണ്. HPCL ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വളരെയധികം കുറവാണ്. എന്ത് തന്നെയാണെങ്കിലും HPCL 255 to 66 2 സപ്പോർട്ട് ലെവലാണ്. 255 ലെവൽ വരുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 305 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. ഇതിൽ HPCL അതുപോലെ തന്നെ HDIL 2 സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. അതുപോലെ യൂണിടെക്, സത്യം കമ്പ്യൂട്ടേഴ്സ്, സുസ്ലോൺ വോളറ്റിലിറ്റി കൂടുതലും റിസ്ക് കുറച്ച് കൂടുതലുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് ശ്രീ ജോബ് തോമസിൻ്റെ കത്താണ്. അദ്ദേഹത്തിന് കൈവശമുള്ളത് അദ്ദേഹത്തിന് അറിയേണ്ടതും NMDC, IOB, MCD, ടാറ്റ മെറ്റാലിക് ആൻഡ് ടാറ്റ ഗ്ലോബൽ. ഇതിൽ NMDC 172 and 158 2 സപ്പോർട്ട് ലെവലാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ലെവലാണ് അറിയേണ്ടത്. 200 ഈ സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ആണ്. ദെൻ IOB 80 and 75. ബാങ്കിങ് സെക്ടറൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. IOB ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 80 and 75 2 സപ്പോർട്ട് ലെവലാണ്. 98 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മെറ്റാലിക് ആണ്. 60 and 55 2 സപ്പോർട്ട് സോൺ.
80 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ ഗ്ലോബൽ ആണ് 194 രണ്ട് സപ്പോർട്ട് സോൺ. ദെൻ 125 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ശ്രീ ശിവദാസിൻ്റെ കത്ത് അദ്ദേഹത്തിനും ലെവലുകളാണ് അറിയേണ്ടത്. ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻഫോലൈൻ, JP, കർണാടക ബാങ്ക്, മണപ്പുറം, SBI, യൂണിടെക്, വിജയ ബാങ്ക് ആൻഡ് ആപ്ടെക്. ശിവദാസിൻ്റെ പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ്. ഇതിൽ ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 316 to 93 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. ഷാർപ്പായിട്ടുള്ള റിക്കവറി ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ടായി. 370 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യ ഇൻഫോലൈൻ ആണ് 52 and 48. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിലും കുറവാണ്. അതുകൊണ്ട് തന്നെ 48 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാം. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ JP അസോസിയേറ്റ്സ് ആണ് 65 and 58. ലാസ്റ്റ് എപ്പിസോഡ് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തതാണ്. ആ ഒരു ലെവൽ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. അഗെയിൻ 65 ഒരു ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 58 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 84 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കുക. ദെൻ കർണാടക ബാങ്ക് ആണ് 85 and 81 രണ്ട് സപ്പോർട്ട് ലെവൽ, 100 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫിനാൻസ് 54 and 50 രണ്ട് സപ്പോർട്ട് ലെവൽ, 66 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അതൊരു സെല്ലിംഗ് ലെവലായിട്ട് പരിഗണിക്കാം. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 1950 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 1876. ഇത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു സപ്പോർട്ട് സോണാണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാം. ഒരു ടെക്നിക്കലി ഉള്ള സപ്പോർട്ട് സോണാണ്. 2175 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വിജയ ബാങ്ക് ആണ്. ബാങ്കിങ് സ്റ്റോക്കുകളാണ് കൂടുതൽ. 51 and 48 രണ്ട് സപ്പോർട്ട് ലെവൽ, 61 സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആപ്ടെക് ആണ് 85 ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 81 സെക്കൻഡ് സപ്പോർട്ട് ലെവൽ. 81 ലെവലായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കാവുന്ന. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ വളരെ നല്ല സ്റ്റോക്കുകളാണ്. ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്കിൽ ഈ കമ്പനികളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ്ജ് കരിയേഴ്സിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രൻ പതിവുപോലെ മാർക്കറ്റ് വാച്ചിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.